പ്രതീക്ഷേട്ടനും പിങ്കിക്കും പോകേണ്ട ദിവസങ്ങളിൽ കാലത്ത് എനിക്ക് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അവർ പോകുന്നതിൻ്റെ ആ ഒരു ധൃതിയിൽ എൻ്റെ അടുക്കളപ്പണിയും കഴിഞ്ഞിട്ടുണ്ടാവും. കാലത്ത് 6:30 ആയിട്ടുണ്ട്. വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഇരുട്ടിയിരിക്കുന്നത്. ഒരു 8 മണി കഴിയണം നേരമൊക്കെ ഒന്ന് വെളുത്ത് വരണമെങ്കിൽ. അപ്പോൾ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ചോറൊന്ന് വെച്ചു. വൈറ്റ് റൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ വെക്കാത്തത്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ പോരെ. അപ്പം ഇഡ്ഡലിത്തട്ട് കഴുകി ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് മാവൊഴിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് ലഞ്ചിന് കൊടുത്തു വിടുന്നത് പാസ്റ്റയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതി. അതവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. അപ്പോൾ ഫിഷ് കറി ഉണ്ടാക്കണം. വെണ്ടയ്ക്കയാണ് മെഴുക്ക് പുരട്ടുന്നത്. പിന്നെ ഇഡ്ഡലിക്ക് ചമ്മന്തി അരയ്ക്കുന്നത്. സാമ്പാർ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം പിന്നെയും സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ മടുപ്പാവുമല്ലോ. അപ്പോൾ ഞാൻ മീനൊന്ന് വെള്ളത്തിലോട്ടിട്ടു. വെണ്ടയ്ക്ക അങ്ങനെ ഡീഫ്രോസ്റ്റ് ചെയ്യോ ചെയ്യോ ഒന്നും വേണ്ട. ഡയറക്റ്റ് നമുക്കിട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ സോഗിയായി പോവില്ല. അപ്പം ഞാൻ വെണ്ടയ്ക്ക ഒന്ന് വെച്ചു. ചോറ് തിളച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഒന്ന് വേവാറായിട്ടുണ്ട്. അപ്പം മീൻകറിക്കുള്ളതും ചമ്മന്തിക്കുള്ളതും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഇഡ്ഡലി ആണെങ്കിൽ ചൂട് മാറാനായിട്ട് മാറ്റി വെച്ചു. ചോറ് വെന്തിട്ടുണ്ട്, പാസ്റ്റയും വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഊറ്റി വെച്ചു. ഇനി മീൻകറി ഉണ്ടാക്കണം, ചമ്മന്തിക്ക് കടുക് വറുക്കണം, പാസ്റ്റ ഉണ്ടാക്കണം. ഇത്രയുള്ള പണി. നമ്മുടെ പണിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം വെണ്ടയ്ക്ക ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ മീൻകറിക്കുള്ളതൊക്കെ ഒന്ന് ചേർത്ത് വെച്ചു. അത് വഴലുന്ന സമയം കൊണ്ട് ബാക്കി കിടന്നിരുന്ന പാത്രം കൂടി ഒന്ന് കഴുകി മാറ്റി. അപ്പോൾ കിടക്കുന്ന പാത്രങ്ങൾ പെട്ടെന്ന് ഇങ്ങ് കഴുകി മാറ്റുകയാണെങ്കിൽ നമ്മുടെ ജോലി കുറച്ചും കൂടെ ഈസി ആവുന്ന പോലെ തോന്നും. അപ്പോൾ ഇഡ്ഡലി തണുത്ത് കഴിഞ്ഞപ്പം ഇഡ്ഡലി പാത്രത്തിലോട്ട് മാറ്റി. ഇനി പാസ്റ്റയ്ക്കുള്ളതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെക്കണം. അതൊന്ന് വേവുന്ന നേരം കൊണ്ട് കുറച്ചും കൂടെ പാത്രം ഞാൻ ഒന്ന് കഴുകി മാറ്റി. മീൻ ശരിയായിട്ടുണ്ട്. അപ്പം ചായക്കും പാസ്റ്റയ്ക്കും ചേർത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ഒറിഗാനോ പൊട്ടിക്കാനായിട്ട് പോയതാണ്. കണ്ടില്ലേ, നേരെ ഇപ്പോഴും വെളുത്തിട്ടില്ല. 7:45 എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ പിങ്കി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നു. അവൾ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി കിടന്ന പാത്രവും കഴുകി. അപ്പോൾ എൻ്റെ ജോലി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പാസ്റ്റയും റെഡി ആയിട്ടുണ്ട്. സമയം നോക്കിക്കേ 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ 6:30ക്കാണ് തുടങ്ങി. 1.5 മണിക്കൂറിൻ്റെ അതിൽ നമ്മുടെ കുക്കിംഗ് പരിപാടികൾ എല്ലാം കഴിഞ്ഞു. ഞാൻ ഒഴിച്ചേറി ഉണ്ടാക്കാഞ്ഞത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഞാൻ മോര് കാച്ചിയത്. അപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒഴിച്ചേറിയായിട്ട് പേരൊന്നും വെക്കാത്തത്. അപ്പോൾ ഇനി അവരുടെ ലഞ്ചൊന്ന് പാക്ക് ചെയ്യണം. കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചത് ഇച്ചിരി ഒന്ന് ആവി പോട്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഒരാൾക്ക് ചൂടുവെള്ളം, ഒരാൾക്ക് തണുത്ത വെള്ളമാണ്. അതാ രണ്ടായിട്ട് ഒഴിച്ചത് കേട്ടോ. പിങ്കി എന്ത് ചെയ്താലും ചൂടുവെള്ളം കുടിക്കത്തില്ല. പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെ ലഞ്ച് പാക്കൊക്കെ റെഡിയാക്കി ഈ അമ്മ പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നൊരു ഫീലാണ് എനിക്ക് കാലത്ത് തോന്നുന്നത്. ഇനി ഇവിടെ കുറച്ച് കലാപരിപാടികൾ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതാണ് രണ്ടുപേരും കാറിൻ്റെ അകത്തിരുന്ന്. ആരാദ്യം ടാറ്റ തരും, ആര് കൂടുതൽ ടാറ്റ തന്നു, ഇതൊക്കെയാണ് പറയുന്നത്.